Okay, now we are going to discuss the whole theory. അപ്പം ഞാൻ തങ്കപ്പൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇതിനും. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡിറാക് ഇക്വേഷൻ, ഡിറാക് തിയറി ഒക്കെ കണ്ടു. അതിൻ്റെ സക്സസ് എന്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്തു, മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. അതേപോലെ തന്നെ നമ്മൾ സിലബസിലില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജനും നമ്മളിപ്പോൾ നോക്കിയിട്ടില്ല. പക്ഷെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു? ഡിറാക് തിയറിക്ക് പറ്റി. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ കണ്ടു, പോസിറ്റീവ് ഡിഫൈനൈറ്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, ദെൻ ഇൻവാരിയൻസ് അണ്ടർ ബോത്ത് പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്. അങ്ങനെ കുറേ ഒരുവിധം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റി? ഡിറാക് തിയറിക്ക് പറ്റി. പക്ഷെ ഇതിവിടെ ഫെയിൽ ചെയ്തത്, അതല്ലെങ്കിൽ അതിന് കുറച്ചൊരു ക്ഷീണം പറ്റിയത് ഏത് സൈഡിലായിരുന്നു? നെഗറ്റീവ് എനർജിയുടെ കാര്യം വന്നപ്പോഴാണ് നമുക്കത് നെഗറ്റീവ് എനർജി എന്നുള്ളൊരു കൺസെപ്റ്റ് ഒഴിവാക്കാൻ ഡിറാക് തിയറിക്ക് പറ്റിയില്ല. അത് അവിടെ തന്നെ ഉണ്ട് നെഗറ്റീവ് എനർജി. പക്ഷേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡിറാക് തിയറിക്ക് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാണ്? ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തത്? അവോയ്ഡ് ചെയ്തു. കാരണം നെഗറ്റീവ് എനർജിനെ നമ്മൾ അത്രയ്ക്ക് കൺസിഡർ ചെയ്തില്ല. പക്ഷെ അത് സോൾവ് ചെയ്യണം. അതും കൂടി സോൾവ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഡിറാക് തിയറി ഒരു സക്സസ്ഫുള്ളാണ്, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് സക്സസ്ഫുള്ളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി ആ നെഗറ്റീവ് എനർജി സ്റ്റേറ്റുകൾ കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ അതിനെന്ത് വേണം? നമ്മളത് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഹിൽബർട്ട് സ്പേസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? 4 എണ്ണം അല്ലേ? Psi1, Psi2, Psi3, Psi4 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടിയത്. അതൊരു ഹിൽബർട്ട് സ്പേസ് എങ്ങനെയാണ്? ഒരു +12 ഇലക്ട്രോണിൻ്റെ +12 അല്ലെങ്കിൽ -12 എടുത്തത് കൊണ്ട് മാത്രം ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഹിൽബർട്ട് സ്പേസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു? സമ്മേഷൻ ഫ്രം 1 to 4 അല്ലേ? 4 എണ്ണം, U1, U2, U3, U4 എന്ന് പറയുന്ന 4 സ്റ്റേറ്റുകളും എടുത്താൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് ഹിൽബർട്ട് സ്പേസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആരെയും കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നു? നെഗറ്റീവ് എനർജീനെ കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നു. പോസിറ്റീവ് എനർജിയിലുള്ള ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റുകൾ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് സെറ്റായിട്ടുള്ള ഹിൽബർട്ട് സ്പേസ് ഫോം ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജീനെ ഒഴിവാക്കാനായിട്ട് ഇതൊന്നും പറ്റിയില്ല. ഓക്കെ, സോ ആസ് എ റിസൾട്ട് എന്താണ്? പോസിറ്റീവ് എനർജി ഇലക്ട്രോൺ വുഡ് ബി അൺസ്റ്റേബിൾ അഗെയിൻസ്റ്റ് ദ ട്രാൻസിഷൻ ടു നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ഒരു ഇൻട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ U1, U2, U3, U4 ഒക്കെ ഡിസ്കസ് ചെയ്തില്ല. ആ ഒരു ഭാഗം നോക്കുക. അപ്പോൾ അവിടെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഇലക്ട്രോണിന്, പോസിറ്റീവ് എനർജി ഇലക്ട്രോണ് എന്തായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്? നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളായിട്ട് മാറും ഒരു ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബട്ട് ആ ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. സോ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്ര വലിയൊരു അതായത് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആ പോസിറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺ ഉള്ളതുപോലെ നെഗറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മളൊരു പാർട്ടിക്കിളിനെ നേച്ചറിൽ കാണുകയാണെങ്കിൽ നമുക്കത് പിന്നെ ഒരു പ്രശ്നമല്ല. ഓക്കെ, പക്ഷേ ഡിറാക് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഒബ്സേർവ്ഡ്. അങ്ങനത്തെ ഒരു പാർട്ടിക്കിൾ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. നോ സച്ച് പാർട്ടിക്കിൾ വേർ ഒബ്സേർവ്ഡ് എന്നാണ് ഡിറാക് പറഞ്ഞത്. ഇത് പറഞ്ഞത് 1928 നമ്മൾ ഓർമ്മിക്കുക. കാരണം ഇപ്പം നമുക്കറിയാം പോസിട്രോണും അല്ല അതിൻ്റെ തന്നെ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസൊക്കെ നമ്മളല്ല കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എന്താണ് അത് അറിയില്ല. അപ്പം ഡിറാക് പറഞ്ഞത് എന്താണ്? നോ സച്ച് പാർട്ടിക്കിൾസ് വേർ ഒബ്സർവ്ഡ്. അതായത് നെഗറ്റീവ് എനർജിയുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനത്തെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? ആക്സലറേറ്റഡ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക? ആക്സലറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ടിക്കിൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ അതെന്താണ്? ഒരു കോൺട്രഡിക്ഷൻ വന്നൂലോ. നെഗറ്റീവ് എനർജിനെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല, എന്നാൽ അങ്ങനത്തെ പാർട്ടിക്കിൾസിനെ ഒബ്സർവ് ചെയ്യാനും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ അദ്ദേഹത്തിന് 1928 ആ തിയറിക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഹോൾ തിയറി കൊണ്ടുവന്നു 1930. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹോൾ, അതായത് ഈ ഒരു നെഗറ്റീവ് എനർജി പാർട്ടിക്കിൾസിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഡിറാക് കൊണ്ടുവന്നത് ഈ ഹോൾ തിയറിയിലാണ്. ഓക്കെ, അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി ഇലക്ട്രോൺസ് എന്തുകൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള കാരണം
അത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്തുകൊണ്ട് ദേ എക്സിസ്റ്റ്, പക്ഷെ അത് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള കാരണം എന്താണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. എന്തായാലും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ 2 പാർട്ടിക്കിൾസ് ടു ഒക്യുപ്പൈ ദ സെയിം സ്റ്റേറ്റ്, അല്ലേ? അതായത് ഒരേ ക്വാണ്ടം നമ്പർ ഉള്ള ഒരു പാർട്ടിക്കിൾ മാത്രമേ ഒരു സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യുള്ളൂ, മോർ ദാൻ 2 പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യില്ല. ഇതൊക്കെ ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുക കേട്ടോ, വായിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ ഹോൾ തിയറി അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്? ക്വാണ്ടം സ്റ്റേറ്റ് ഓഫ് സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ ക്യാൻ ബി ഒക്യുപ്പൈഡ് ബൈ ഓൺലി 1, അതായത് ഒരു പാർട്ടിക്കിളിന് മാത്രം, ഹാഫ് സ്പിന്നുള്ള ഒരു പാർട്ടിക്കിളിന് മാത്രമേ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ അതാണ് ബേസിക് ഓഫ് ദ ഹോൾ തിയറി. ഇപ്പോൾ സ്പിൻ ഹാഫുള്ള ഒരു നെഗറ്റീവ് എനർജി പാർട്ടിക്കിളിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഒരു ഹൈപ്പോത്തിസിസ്, അദ്ദേഹം 2 ഹൈപ്പോത്തിസിസിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം പ്രപ്പോസ് ചെയ്യുന്നത്. ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഒരു സയൻറ്റിഫിക് മെത്തേഡല്ലേ. ഹൈപ്പോത്തിസിസ് ആദ്യം പറയും, പിന്നെ അത് തിയറി ആവും, ദെൻ പിന്നെ എല്ലാ യൂണിവേഴ്സിലും മൊത്തം നമുക്കത് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ലോ ആവും, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഹൈപ്പോത്തിസിസ് 2 ഹൈപ്പോത്തിസിസ് വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. സോ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് H1 എന്താണ്? ഇൻ ദ നോർമൽ സ്റ്റേറ്റ്, നോർമൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്വസ്ഥമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടിക്കിൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് എനർജി ഉള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അത് വളരെ സ്വസ്ഥമായിട്ടിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഡിറാക്ക് പറഞ്ഞത് നോർമൽ സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു നോർമൽ സ്റ്റേറ്റിനെ അദ്ദേഹം വാക്വം എന്ന് വിളിച്ചു. ഓക്കെ, നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വാക്വം ഇപ്പം എന്താ, അവിടെ ഒന്നുമില്ല, ശൂന്യത എന്നാണ്. പക്ഷേ ഡിറാക്ക് പറഞ്ഞ വാക്വത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, സോ ഇൻ ദ നോർമൽ സ്റ്റേറ്റ് കോൾഡ് ദ വാക്വം എന്താണ്? ഓൾ ദ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ആർ ഒക്യുപ്പൈഡ്. അപ്പോൾ അവിടെ ആരുണ്ട്? നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്, അതൊക്കെ ഒക്യുപ്പൈഡ്, അതൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഒക്യുപ്പൈഡ് എന്ത് വെച്ചിട്ടാണ്? അക്കോർഡൻസ് വിത്ത് ദ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതായത് ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഉള്ള ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, മോർ ദാൻ 1 പാർട്ടിക്കിൾ ഉണ്ടാവില്ല. അപ്പോൾ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഈ വാക്വം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് എല്ലാം ഒക്യുപ്പൈഡ് ആണ്. വൈൽ ഓൾ ദ പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്സ് ആർ എംപ്റ്റി. അപ്പം നോർമൽ സ്റ്റേറ്റ് അതല്ലെങ്കിൽ വാക്വം എന്ന് ഡിറാക്ക് പറയുന്നത് എന്താ? നെഗറ്റീവ് എനർജി സ്റ്റേറ്റുകളെല്ലാം ഒക്യുപ്പൈഡ് ആണ്. ഓക്കെ, പക്ഷേ പോസിറ്റീവ് എനർജി സ്റ്റേറ്റുകളൊക്കെ എംപ്റ്റി ആണ്. പോസിറ്റീവ് എനർജി സ്റ്റേറ്റിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺ ഒന്നും നിലവിലില്ല. വാക്വം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? നെഗറ്റീവ് എനർജി പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ഫുൾ ഒക്യുപ്പൈഡ്, അവിടെ വേക്കൻസി ഒന്നുമില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ, അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹൈപ്പോത്തിസിസ്, ഓൺലി ഡീവിയേഷൻസ് ഫ്രം വാക്വം ആൻഡ് നോട്ട് ദ വാക്വം ഇറ്റ് സെൽഫ് ക്യാൻ ബി ഒബ്സർവ്. ഡിറാക്ക് ആദ്യമേ പറഞ്ഞു എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ ഒരു നമ്മുടെ നെഗറ്റീവ് എനർജി പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റുക? ഡീവിയേഷൻ ഫ്രം വാക്വം, വാക്വത്തിൽ നിന്നുള്ള ഡീവിയേഷൻസ് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? വാക്വത്തിനെ ഒറ്റയ്ക്കായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം, ഇറ്റ് സെൽഫ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാക്വം ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, അൺഒബ്സർവബിൾ ആണ്. പക്ഷെ അത് ഇനേർട്ടാന്ന് പറഞ്ഞിട്ടില്ല. അതിന് എന്ത് ചെയ്യാം? ഇൻട്രാക്ട് ചെയ്യാം. എന്നാലേ നമ്മുടെ തിയറീസ് ഡിറാക്ക് പറഞ്ഞ പോലെ ശരിയാവുള്ളൂ. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഇൻട്രാക്ട് ചെയ്യണോ അല്ലെങ്കിൽ ട്രാൻസിഷൻ നടക്കണോ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനേർട്ടല്ല, അത് എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യും, പക്ഷേ അൺഒബ്സർവബിൾ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഹൈപ്പോത്തസിലും പറഞ്ഞത്. സോ ദ ഇലക്ട്രോൺ കനോട്ട് മേക്ക് എ ട്രാൻസിഷൻ ടു ഇലക്ട്രോണിന് നെഗറ്റീവ് എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ എന്തല്ല? അലൗഡ് അല്ല. ഇലക്ട്രോണിന് താഴ്ത്തിക്ക് വരാനായിട്ട് പറ്റില്ല, അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ പറ്റില്ല. കാരണം എന്താ? ഫുൾ ഒക്യുപ്പൈഡ് ആണല്ലോ. ദ സ്റ്റെബിലിറ്റി ഓഫ് പോസിറ്റീവ് എനർജി ഇലക്ട്രോൺ, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജി ഇലക്ട്രോണിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. കാരണം ഇലക്ട്രോണിന് ഈ വാക്വത്തിലേക്ക്, നോർമൽ ആണ് വാക്വം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ താഴെ നെഗറ്റീവ് എനർജി പാർട്ടിക്കിൾ ഉള്ള സ്ഥലത്തേക്ക് ഇലക്ട്രോണിന് വരാനായിട്ട് പറ്റില്ല. ഓക്കെ, ഈ ഇങ്ങനെ താഴത്തേക്ക് വരാനായിട്ട് പറ്റില്ല, ഇലക്ട്രോണിന് ഇങ്ങനെ താഴത്തേക്ക് വരാൻ പറ്റില്ല. ഓക്കെ, കാരണം അവിടെ മുഴുവൻ ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ എന്ത് വന്നു? ഇലക്ട്രോണിന് സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം
അദ്ദേഹം അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതൊക്കെ ഹൈപ്പോത്തസിസുകളാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ വാക്വം അൺഒബ്സർവബിൾ ആണ്, പക്ഷേ ഇനേർട്ടല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ കാര്യം. ആൻഡ് അത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇലക്ട്രിക് ചാർജ്. കാരണം ഓൾറെഡി ഒരു ചാർജ് ഉണ്ടായിരിക്കും. എന്താണ് ഇവിടെ -C ആണ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ അവിടെ മറ്റേതിന് ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനൊരു ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഇൻട്രാക്ട് ചെയ്യാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളുമായിട്ട്. ഇനി ഇമാജിൻ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഒരു ഇക്വേഷൻ വരുന്നത്. ഇമാജിൻ ചെയ്യുക. എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്? ഒരു ഗാമ റേ ഉണ്ട്. ഓക്കെ, സോ ഗാമ റേ ഓഫ് എനർജി. സോ ഗാമ റേയുടെ എനർജി എന്ന് പറയുന്നത് hν ആണ്. hν ഈസ് ഗ്രേറ്റർ ദാൻ 2mc². 2mc² എന്താണ് എടുക്കാം? കാരണം അല്ലെങ്കിൽ 2mc² അതിൽ കൂടുതൽ വേണം. കൂടുതലുള്ള ഗാമ റേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? mc² എന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാസ് എനർജിയാണ്. ഓക്കെ, ഇപ്പോൾ വാക്വം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പം ലോവർ, അതായത് നെഗറ്റീവ് എനർജിയിലുള്ള പാർട്ടിക്കിൾസ് എന്തായിരിക്കും? റെസ്റ്റ് മാസ് എനർജിയാണ് അതിനുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസിനും റെസ്റ്റ് മാസ് എനർജി. അപ്പോൾ ടോട്ടൽ 2mc² ആയിരിക്കുമല്ലോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാനുള്ള എനർജി വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2mc² എടുത്തത് കേട്ടോ. അപ്പോൾ hν ഈസ് ഗ്രേറ്റർ ദാൻ 2mc². നിങ്ങൾക്ക് ഞാൻ പറയാനുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് വായിച്ചു നോക്കാൻ നേരം മനസ്സിലാവും. ഓക്കെ, hν ഗ്രേറ്റർ ദാൻ 2mc². ഇങ്ങനത്തെ ഒരു ഗാമ റേ നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഇൻട്രാക്ട് ചെയ്യണം. സോ ഇൻട്രാക്റ്റിംഗ് വിത്ത് വാക്വം. അപ്പോൾ നമ്മൾ വാക്വം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്വമല്ല. അവിടെ ആരുണ്ട്? നെഗറ്റീവ് എനർജി സ്റ്റേറ്റുകളുണ്ട്. അവിടെ ഫുൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജി സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. നമ്മൾ പറഞ്ഞു വാക്വം എന്ന് പറയുന്നത് ഇനേർട്ട് അല്ല, അത് റിയാക്ട് ചെയ്യും. അൺഒബ്സർവബിൾ ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇൻട്രാക്ട് ചെയ്യാണ്. ഇത് എന്ത് പറ്റും? വൺ ഓഫ് ദ എനർജി ഇലക്ട്രോൺസ് ഇൻ ദ വാക്വം. ഓക്കെ, സോ ഒരു ഗാമ റേ വന്നു. അതിൻ്റെ എനർജി എന്താ? 2mc² ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 2mc² ആയിട്ടുള്ള ഒരു ഗാമ റേ വന്നിട്ട് എവിടെ ഇൻട്രാക്ട് ചെയ്യാണ്? നമ്മുടെ ഈ നെഗറ്റീവ് എനർജി സ്റ്റേറ്റിൽ വന്നിട്ട് ഇൻറ്ററാക്ട് ചെയ്തു, അല്ലെങ്കിൽ വാക്വമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു. വാക്വം ആദ്യം എല്ലാം നോർമലായിട്ടായിരിക്കണം. ഇവിടെ 0 ആണ്. ദെൻ mc², അതായത് mc² എന്ന് പറയുന്ന എനർജി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്. അവിടെ നോർമലി ഇലക്ട്രോൺ ഒന്നും ഇല്ല, അവിടെ ആരും ഇല്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്. ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. ഒക്യുപ്പൈഡ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജി സ്റ്റേറ്റുകളും ഉണ്ട്. അപ്പോൾ ഒരു ഗാമ റേ വന്നു, ഇൻറ്ററാക്ട് ചെയ്തു, വാക്വമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നെഗറ്റീവ് എനർജി സ്റ്റേറ്റിൽ വന്ന് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? ഈ ഗാമേനെ അബ്സോർബ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പോയി. അതായത് 2mc². ഇവിടെ ഓൾറെഡി ഒരു mc², ദെൻ ഇവിടെ ഒരു mc², ദാറ്റ് ഈസ് mc² മൈനസ് ഇതിൽ പറയുന്നുണ്ടല്ലോ mc² മൈനസ് ഓഫ് -mc². അപ്പോൾ 2mc² ചാടി കടന്ന് എവിടെ എത്തി? ഈ പോസിറ്റീവ് എനർജി സ്റ്റേറ്റിലെത്തി. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇലക്ട്രോൺ അവിടെ ഉണ്ടായി. അത് ഇവിടെയുള്ള ആൾ ഇവിടേക്ക് പോയി. സോ ദാറ്റ് ഈസ് അവിടെ ഒരു ഇലക്ട്രോൺ വന്നു. ഇവിടെ എന്ത് വന്നു? കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹോൾ വന്നു. അതാണ് ഹോൾ തിയറി. അപ്പോൾ ഒരു വേക്കൻസി അല്ലേ, ഇറ്റ് ലീവ്സ് എ വേക്കൻസി, എ ഹോൾ. ദെൻ ആ മിനിമം എനർജി എന്താ? അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മിനിമം എനർജി എന്ന് പറഞ്ഞാൽ 2mc². അപ്പോൾ അത്രയും ചാടി കിടന്നിട്ടാണ് അത് എവിടേക്ക് എത്തി? പോസിറ്റീവ് എനർജി സ്റ്റേറ്റിലേക്ക് എത്തിയത്. അവിടെ ഒരു ഇലക്ട്രോണും വന്നു, ഇവിടെ ഒരു വേക്കൻസി ഹോളും വന്നു. അതിനെയാണ് നമ്മൾ പെയർ ക്രിയേഷൻ എന്ന് പറയുക. ഒരു പെയർ ക്രിയേറ്റ്, ഹോളും ഒരു ഇലക്ട്രോണും ക്രിയേറ്റ് ആയി. അപ്പോൾ അതിനെയാണ് നമ്മൾ പെയർ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ Q0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ചാർജും അതേപോലെ തന്നെ m0 എന്ന് പറഞ്ഞെങ്കിൽ മാസ് ഓഫ് ദ വാക്വം ആണ്. Q0 എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് വാക്വം. ദെൻ m0 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാക്വം. അതായത് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഉള്ള കേസാണ് കേട്ടോ. അതായത് ഹോളൊന്നും ഇല്ലാത്തപ്പോൾ Q0യും m0 ആണ് ചാർജും മാസും ഓഫ് ദ വാക്വം. ഓക്കെ, ഇനി ഒരു ഹോള് ക്രിയേറ്റഡ് ആയി എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു ഹോള് ക്രിയേറ്റഡ് അയച്ചാൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് Q ആൻഡ് മാസ് എന്ന് പറയുന്നത് എമ്മും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? Q. അത് ഹോള് ഉള്ളപ്പോൾ Q ഈസ് ഈക്വൽ ടു Q0 മൈനസ് ഇ. മൈനസ് ഇ എങ്ങനെ വന്നു നമുക്കറിയാലോ. ഒരു ഇലക്ട്രോൺ അവിടെ ക്രിയേറ്റ് ആയി അല്ലേ, ചാർജ്. അതായത് ഒരു ചാർജ്
കുറഞ്ഞു. അപ്പോൾ Q0 മൈനസ് ഇത് ആരുടെ കേസാണ് പറയണത്? വാക്വത്തിൻ്റെ കേസാണ് പറയണത്. Q is equal to Q0 മൈനസ് ഇ ആയി. M is equal to എന്തായി മാറി? M0 മൈനസ് ഓഫ് മൈനസ് എം, അതായത് M0 പ്ലസ് എം. M0 എന്ന് പറഞ്ഞാൽ ഹോൾ ഇല്ലാത്തപ്പോഴുള്ള മാസ്സായിരുന്നു. ദെൻ എന്ത് സംഭവിച്ചു? ഒരു മാസ്, അതായത് ട്രാൻസിഷൻ നടന്നില്ല മുകളിലേക്ക്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എം ഈക്വൽ ടു M0 പ്ലസ് എം. ഓക്കെ, സോ ഇവിടെ ഈസ് ലെസ് ദാൻ 0, അതുപോലെ തന്നെ ഇവിടെ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ M0. കാരണം M0 പ്ലസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മാസ് കൂടി, വാക്വത്തിനെക്കാട്ടിലും മാസ് കൂടി. ഓക്കെ, ഒരു എം മാസ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ആ ഒരു ഇക്വേഷനെ. സോ ചേഞ്ചസ് ഇൻ ദ ചാർജ് ആൻഡ് മാസ്. അപ്പോൾ വാക്വത്തിനൊരു മാറ്റം വന്നു. വാക്വത്തിൻ്റെ ചാർജിനും മാസിനും ചേഞ്ച് ആയി നമുക്ക് ഡെൽറ്റ ക്യൂ ആൻഡ് ഡെൽറ്റ എം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഡെൽറ്റ ക്യൂ ആൻഡ് ഡെൽറ്റ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ മൈനസ് Q0. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. സോ ദാറ്റ് ഈസ് ക്യൂ മൈനസ് Q0. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ. ക്യൂ മൈനസ് Q0 എന്ന് പറയുന്നത് മൈനസ് ഇ ആണ് കിട്ടി. അതേപോലെ തന്നെ ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ എം മൈനസ് M0, അതായത് പ്ലസ് എം. എന്ന് വെച്ചാൽ മാസ് പ്ലസ് എമ്മും ചാർജിനാണ് എന്ത് വ്യത്യാസം വന്നത്? അല്ലേ, ഓപ്പോസിറ്റ്ലിയുള്ള ചാർജ് വന്നു. സോ റിലേറ്റീവ് ടു വാക്വം നമുക്ക് എന്ത് പറയാം? ഹോളിന് സെയിം മാസ് ആസ് പോസിറ്റീവ് എനർജി ഇലക്ട്രോൺ. പോസിറ്റീവ് എനർജി ഇലക്ട്രോണിൻ്റെ അതേ മാസ് തന്നെയാണ് വന്നത്, ബട്ട് ഹാസ് എ ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ഇൻ ദ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ഓക്കെ ഈ തന്നെ, പക്ഷേ ഇതെന്താ, സൈന് നെഗറ്റീവും വന്നു ഇലക്ട്രോൺ. അതാണ് ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ഈ മൈനസ് സി എന്ന് കണ്ടിട്ട് അത് ഇലക്ട്രോണിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഈ നെഗറ്റീവ് എനർജി പാർട്ടിക്കിളിൻ്റെ ചാർജിൻ്റെ സൈനാണ് ഈ മൈനസ് സി കൊടുത്തിട്ടുള്ളത്. അതേപോലെ പ്ലസ് എന്ന് പറഞ്ഞാൽ മാസും. ഓക്കെ, സോ ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാം? ഹോൾ അപ്പിയേഴ്സ് ആസ് എ പോസിറ്റീവ്ലി ചാർജ്. ഹോള് എങ്ങനെയാണ്? ഒരു പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോണാണ്. അതേപോലെ തന്നെ അതിന് ഇ പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇ പ്ലസ്. ഓക്കെ, അതേപോലെ തന്നെ നോർമൽ ഇലക്ട്രോൺ നമ്മൾ ഇ മൈനസ്. അപ്പോൾ ഇത് ഇലക്ട്രോൺ അല്ല മൈനസ് സി എന്ന് പറയണത്. ഇ പ്ലസിൻ്റെ നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിൻ്റേത് മാത്രം. അപ്പോൾ ഇവിടെ ശരിക്കും അത് നമ്മുടെ പോസിട്രോൺ ആണ്. പക്ഷേ ഡിറാക്ക് അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ വാക്കേ അവിടെ ഉപയോഗിച്ചിട്ടില്ല ഇത്ര നേരം. ഇനി വരും പോസിട്രോൺ ആണെന്ന് വരും. ഓക്കെ, സോ ഇ പ്ലസ്. ദെൻ പിന്നെ എന്ത് ചെയ്തു? ഇലക്ട്രോണ് മുകളിലേക്ക് ഒരു ഇലക്ട്രോൺ കിട്ടി, താഴെ ഒരു ഹോളും വന്നു. അപ്പോൾ അതിന് നമ്മൾ പെയർ ക്രിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നൊരു ക്വാണ്ടം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ appeared. Then what happens? Oppositely charged electrons. ഇവിടെ ഓപ്പോസിറ്റ്ലി ചാർജ് ഇലക്ട്രോൺസ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോം ചെയ്തു, അതിനെ നമ്മൾ പെയർ ക്രിയേഷൻ എന്ന് പറയുന്നു. ദെൻ ഈ ന്യൂലി ക്രിയേറ്റഡ് ഹോള്, ഇപ്പം ഇവിടെ ഒരു ഹോള് ക്രിയേറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇലക്ട്രോണിന് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്തിട്ടുണ്ട് നമ്മൾ പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ ഈ ഹോളിന് അത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് അല്ല, അതിൻ്റെ അത് അൺസ്റ്റേബിൾ ആണ്. സോ എന്താണ്, ഇത് താഴത്തേക്ക് ചാടും. ദാറ്റ് ഈസ് ദ ന്യൂലി ക്രിയേറ്റഡ് ഹോൾ ഇൻ വാക്വം വിൽ നോട്ട് ലാസ്റ്റ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, സോ ഇറ്റ് വിൽ ഫാൾ ഓൺ ടു ഇറ്റ്. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഹോളിലേക്ക് ഫോൾ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? 2mc² വെച്ചിട്ടാണ് മുകളിലേക്ക് പോയിച്ചാൽ അത് അങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോഴും ഒരു എക്സസ് എനർജി അത് എന്ത് ചെയ്യണം? പുറത്തേക്ക് കളയണമല്ലോ. അപ്പോൾ അത് 2mc² അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലായിട്ടൊരു എനർജി അത് എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും, ഗാമ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? ആ ക്രിയേറ്റ് ചെയ്ത ഹോളും ഉണ്ടാവില്ല പിന്നെ, കാരണം അത് എന്താണ് ഫില്ലായി. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോൺ ഉണ്ടാവില്ല. അപ്പോൾ ആ പെയർ എന്ത് ചെയ്തു? അനിഹിലേറ്റഡ്, ദാറ്റ് ഈസ് അത് ഇല്ലാണ്ടായിപ്പോയി. സോ അതിനെ നമ്മൾ പെയർ അനിഹിലേഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വാക്വം പോളറൈസേഷൻ എന്ന് പറയുന്നൊരു പ്രഡിക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി ഇലക്ട്രോണും ഒരു നെഗറ്റീവ് എനർജി ഇലക്ട്രോണും കൂടി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ദാറ്റ് ഈസ് ഒരു പോസിറ്റീവ് എനർജി ഇലക്ട്രോണിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു എക്സസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ
ഒരു ലെസ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ വാക്വം എന്ന് പറയുന്നത്, വാക്വം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഡിറാക്ക് പറഞ്ഞ വാക്വമാണ്. ആ വാക്വം എന്താണ്, പോളറൈസ്ഡ് ആണ് എന്നുള്ളൊരു പ്രഡിക്ഷൻ കൂടെ 1950s വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾ തിയറീനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ പറയുന്നൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊസിട്രോൺ. ദാറ്റ് ഈസ് നമ്മൾ ഈ നെഗറ്റീവ് എനർജി ഇലക്ട്രോണിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊസിട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊസിട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ പൊസിട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്യുമ്പം അനിഹിലേറ്റ് ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ ഇത് എന്തിൻ്റെ ഒരു തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ആൻറ്റി പാർട്ടിക്കിൾസ് അല്ലേ. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പൊസിട്രോൺ, അതൊക്കെ നമുക്കിപ്പോൾ അറിയാം. അപ്പം ഒരു ആൻറ്റി പാർട്ടിക്കിൾസ് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ കൂടെ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ന്യൂട്രോണിനൊന്നും എന്തില്ല, ആൻറ്റി പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല എന്നാണ്. പക്ഷേ അതിനൊക്കെ ന്യൂട്രിനൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ എല്ലാത്തിനും ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്, നമുക്കറിയാം അല്ലേ. ന്യൂട്രൽ, പയോൺ, അതുപോലെ തന്നെ ഫോട്ടോൺ, ഇതിനൊക്കെ ആൻറ്റി പാർട്ടിക്കിൾസ്, ഇതൊക്കെ ആൻറ്റി പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ആൻറ്റി പാർട്ടിക്കിൾസ് കൂടി ഉണ്ട് എന്നുള്ളൊരു തിയറി കൂടി ഇവിടെ നിന്ന് വന്നു. ഓക്കെ, ഇപ്പം ദെൻ ഹോൾ തിയറിക്ക് ശേഷമൊക്കെ വന്നതാണ് ക്വാണ്ടം ഫീൽഡ് തിയറി എല്ലാം. അതൊക്കെയാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറി. പക്ഷേ ബേസിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിറാക്ക് തിയറിയാണ്. അതായത് ക്ലെയിൻ ഗോർഡൻ ഫെയിൽ ചെയ്തിട്ട് നമ്മൾ ഡിറാക്ക് തിയറി പറഞ്ഞു, അതിൻ്റെ സക്സസ് പറഞ്ഞു. അത് ഫെയിൽ ചെയ്ത സ്ഥലം എവിടെയാണ്, നെഗറ്റീവ് എനർജി സ്റ്റേറ്റുകളെ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിലായി. പിന്നെ നമ്മുടെ ക്വാണ്ടം ഫീൽഡ് തിയറി, ലേറ്റസ്റ്റ് തിയറികളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഡിറാക്ക് തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും ഈ പറഞ്ഞത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിന്നാണ്, ഈ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഡിറാക്ക് ഇക്വേഷനിൽ നിന്നാണ് മറ്റുള്ള തിയറികൾ വന്നത്. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റ് പാർട്ടാണ് ഈ ഒരു സെക്ഷൻ്റെ. റെലവൻറ്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റഡ് ആണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഒക്കെ വേണമെങ്കിൽ നോക്കാം. സിലബസിൽ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ശരി, താങ്ക് യു.